ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ പിച്ച് കീറിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ബ്രെഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു 1/2 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി തിളപ്പിച്ചിട്ട് നല്ല ചൂടുള്ള 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും പിസ്തയുമാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമുതിരിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡും റവയും പാലും കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ശർക്കരയാണ്. ഞാൻ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡാണ് പിന്നെ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ, നെയ്യ് തടവിയിട്ടുള്ള പരന്ന പാത്രത്തിൽ ഇത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പലഹാരം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. എല്ലാവരും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.